എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ നമ്മളെ കാണിക്കുന്നത് ഫിയറ്റിന്റെ വീഡിയോ ലീക്ക് അയക്കുന്ന ആ വ്യക്തിയെ നമ്മുടെ നെയ്മും തോയൊക്കെ കൂടി പിടിച്ചിട്ടുണ്ടായിരുന്നു. അവരാണെങ്കിൽ നേരെ കൊണ്ടുവരുന്നത് ലിയോന്റെ അടുത്തേക്കാണ്. ലിയോ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് ഇതൊക്കെ ചെയ്തതെന്ന്. എനിക്ക് നിങ്ങളോട് ആരോടും ഇതിനെപ്പറ്റി പറയാനായിട്ട് താല്പര്യമില്ല. നിന്റെ ബോയ് ഫ്രണ്ട് ഇങ്ങോട്ട് വരട്ടെ, അവനോട് തന്നെ ഞാൻ സംസാരിച്ചോളാം എന്നാണ് പറയുന്നത്. പെട്ടെന്ന് നിങ്ങൾ എന്നെ ഇവിടുന്ന് വിട്ടില്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കുമെന്ന് പറയുമ്പോൾ നമ്മുടെ നെയ്മാണെങ്കിൽ എന്നാ നീ പോലീസിനെ വിളിക്കേ, എല്ലാ തെളിവും നിനക്കെതിരാണ്, അതുകൊണ്ട് തന്നെ പെടാൻ പോകുന്നത് ഞങ്ങളായിരിക്കില്ല, ധൈര്യം ഉണ്ടെങ്കിൽ വിളിക്കാൻ പറഞ്ഞിട്ട് അവനെ തിരിച്ച് ദേഷ്യപ്പെടുപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് നമ്മുടെ ഫിയറ്റ് കയറി വരുന്നത്. ഫിയറ്റ് ആണെങ്കിൽ ഇവനെ കണ്ടിട്ട് ഒന്ന് ദേഷ്യപ്പെട്ട് നിൽക്കുന്നുണ്ട്. അടുത്ത സീനിൽ നമ്മളൊരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫിയറ്റ് ഒരാളെ ബാറി വെച്ചിട്ട് പരിചയപ്പെടുന്നുണ്ട്. ഇവന്റെ പേരാണ് ചിക്ക, പീച്ചിക്ക എന്നാണ് വിളിക്കുന്നത്. ആദ്യത്തെ ദിവസം ഈ പീച്ചിക്കാണെങ്കിൽ അവന്റെ ഫ്രണ്ട്സിന്റെ ഒക്കെ പോയിരിക്കുമ്പോഴേക്കും നമ്മുടെ ഫിയറ്റ് ആണെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കായിരിക്കും. ഇത് ചിക്ക ഒന്ന് നോട്ട് ചെയ്യുന്നുണ്ട്. പിറ്റേ ദിവസം ഇതേപോലെ തന്നെ കാണുമ്പോഴേക്കും നീ ഒറ്റക്കാണോ ഇവിടെ വരാറെന്ന് നോക്കുമ്പോഴേക്കും അതെ ഒറ്റക്കാന്ന് പറയുന്നുണ്ട്. പതിയെ പതിയെ അവർ ആ കമ്പനി ഒരു ഫ്രണ്ട്ഷിപ്പിലേക്ക് വളരുന്നുണ്ട്. അങ്ങനെ ഭയങ്കരമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഫിയറ്റ് ആണെങ്കിൽ അവൻ്റെ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അതായത് ലിയോനോട് ഇഷ്ടമൊന്നും പറയണം, പക്ഷെ അത് പറയാതിരിക്കാനൊരു പ്രശ്നം, ആ കാര്യമൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ ഫിയറ്റും പറയുന്നുണ്ട് അവൻ്റെ ലവർ അവനെ ഇതേപോലെ യൂസ് ചെയ്യുക പൈസക്കൊക്കെ വേണ്ടിയിട്ട്. അതേസമയം തന്നെയാണ് ഈ ചിക്കയുടെ ലവർ വിളിക്കുന്നത് അവൻ ട്യൂഷൻ ഫീ ആയിട്ട് കുറച്ച് കാശ് അയച്ചു കൊടുക്കാനായിട്ട്. പക്ഷെ അത് കള്ളത്തരമെന്ന് പീച്ചിക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസമാണ് നമ്മുടെ പീച്ചിക്ക് ഭയങ്കരമായിട്ട് കരഞ്ഞു മൂടിയായിട്ട് വരുന്നത്. എന്താന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ അവന് എല്ലാം പ്രൊവൈഡ് ചെയ്തു, അവൻ കള്ളത്തരോ പറയണേന്ന് പറഞ്ഞിട്ടും പ്രൊവൈഡ് ചെയ്തു, പക്ഷെ ഇപ്പൊ നീ എന്നൊന്ന് ഹെൽപ്പ് ചെയ്യണം, അവന് ഒരാളെ വേണമെന്നാ പറയുന്നതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവനെ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ടേക്ക് ഫിയറ്റ് പോയത്. ഫിയറ്റ് ആണെങ്കിൽ അവനെ അന്ന് കുറെ ചീത്തയും പറിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇവർ ആ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയത്. ഈ ഒരു കാരണം വെച്ചിട്ടാണ് നമ്മുടെ ഫിയറ്റിന്റെ ആദ്യത്തെ ബോയ് ഫ്രണ്ടിന്റെ അടുത്തുനിന്ന് അങ്ങനത്തെ പിക്ചേഴ്സ് എല്ലാം കളക്ട് ചെയ്തിട്ട് ഇവൻ ഈ ഒരു ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഇറക്കിയിരിക്കുന്നത്. ഈ ഒരു കാര്യം കേട്ടോണ്ടാണ് അങ്ങോട്ടേക്ക് പീച്ചിക്കാൻ വരുന്നത്. നീ ഇത്ര വൃത്തിയായിട്ടവനാന്ന് ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ എല്ലാവരോടും വെച്ച് നിർത്താൻ പറയുന്നുണ്ട്. നെയ്മിന്റെ ആൾക്കാരാണെങ്കിൽ അവനെയും പിടിച്ചോണ്ട് പോകുമ്പോൾ നെയ്മും പറയുന്നുണ്ട്, എൻ്റെ പിള്ളേർക്ക് വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത് കേട്ടോന്ന്. നമ്മുടെ നെയ്മാണെങ്കിൽ പീച്ചിക്കയുടെ അടുത്ത് കുറച്ച് സോഫ്റ്റ് ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. ഇത് അന്നത്തോട് പറയുന്നുണ്ട്, എന്നാ ശരി നടക്കട്ടെ, ഞാൻ പിന്നെ വരാമെന്ന്. അതായത് ഇൻഡയറക്റ്റ് ആയിട്ട് ഇവർ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടെന്ന് തോയ്ക്ക് അപ്പോഴേ തന്നെ മനസ്സിലായിട്ടിട്ട്. അങ്ങനെ തോയ അവിടുന്ന് പോയതിന് ശേഷം നമ്മുടെ പീച്ചിക്കയാണെങ്കിൽ ചെന്നിട്ട് ഫിയറ്റിനോടാണ് സംസാരിക്കുന്നത്. ഇനി തൊട്ട് നീ എൻ്റെ ഇപ്പം കള്ളുടിക്കാൻ വരില്ലല്ലോ, ഇതല്ലേ നീ പറഞ്ഞ ലിയോ, നിങ്ങളിപ്പോൾ സെറ്റായോ എന്ന് ചോദിക്കുമ്പോഴേക്കും എനിക്കിപ്പോൾ ഓൾറെഡി പാർട്ട്ണറെ കിട്ടി, അതുകൊണ്ട് ഇനി തൊട്ട് ഞാൻ കള്ളുടിക്കാൻ വരില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പ്രശ്നങ്ങളെല്ലാം അവസാനിച്ച ശേഷം നമ്മുടെ ലിയോ ആണെങ്കിൽ അവനെ ഒന്ന് സമാധാനിപ്പിക്കുമ്പോൾ ഫിയറ്റ് നേരെ റൂമിട്ടാണ് കൊണ്ടുവന്നത്. റൂമിൽ കയറിയിട്ട് നമ്മുടെ ലിയോന്റെ മേത്ത് കയറിയിരിക്കുകയാണ്. നീ എന്തേ കാണിക്കുന്നത്, നിന്റെ അച്ഛനെ കൺവീൻസ് ചെയ്യിപ്പിക്കണ്ടേന്ന് നോക്കുന്നുണ്ട്. അവരൊക്കെ കൺവീൻസ് ആവുന്നതും ആവാതിരിക്കുന്നതും എൻ്റെ ടോപ്പിക്കല്ല, എൻ്റെ ഇമ്പോർട്ടൻസ് നീ ആയിരുന്നു, നീ സത്യം മനസ്സിലാക്കി, ഇനി എനിക്ക് ആര് വേണമെങ്കിലും കൺവീൻസ് ചെയ്യാന്ന് പറയുന്നുണ്ട്. അപ്പുറത്തെ സ്കോറിൽ നിൽക്കുന്നത് നമ്മുടെ ഫിയറ്റാണ്. ഫിയറ്റ് ടോപ്പായിട്ട് നിൽക്കുന്ന കണ്ടിട്ട് നമ്മുടെ ലിയോ ആണെങ്കിൽ അവനെ പിടിച്ച് മാറ്റാണ്. ഞാൻ തന്നെയാണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ടോപ്പ് എന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ ആ പ്രോസസ്സിൻ്റെ ലീഡ് അങ്ങ് ഏറ്റെടുക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും കൂടി അവിടെ വെച്ച് ഇൻറ്റിമേറ്റ് ആവുന്നുണ്ട്. ഈ ഒരു സീനിന് വേണ്ടിയിട്ടായിരിക്കും ഈ സീരീസ് കാണുന്ന എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളെ കാണിക്കുന്നത് നമ്മുടെ ലിയോണെയാണ്. അതായത് ലിയോൺ പുറകെ നടക്കുന്ന കിറ്റി എന്ന് പറയുന്ന ആ ചെക്കൻ, അതായത് കാറ്റ് കിറ്റിന്ന് ലിയോൺ വിളിക്കുന്ന ചെക്കൻ ഒരു കഫേലിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നീ എനിക്ക് അമ്പർല എന്നതിന് നന്ദിയുണ്ട്, ഞാൻ ഇവിടെ ഒന്ന് ഇരുന്നോട്ടെ എന്ന് വയ്ക്കുന്നുണ്ട്. ഇവിടെ ഇത്രയും സീറ്റ് ഒഴിഞ്ഞെടുക്കുകയാണ്, എന്നിട്ട് നീ എന്തിനാ എൻ്റെ അടുത്ത് തന്നെ വന്നിരിക്കുന്നതെന്ന് ഒറ്റൊരു നോട്ടം കൊണ്ട് അവൻ പറയുന്നുണ്ട്. നിന്റെ പേരെവിടെയാ, നീ എവിടെ പഠിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ടും അവനൊന്നും മിണ്ടുന്നില്ല. അംബ്രല്ല തന്നേന് ഞാനിത് പേ ചെയ്യണമെന്ന് വയ്ക്കുമ്പോഴേക്കും അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടാണ് അവൻ അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ വീട്ടിലാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഫിയറ്റും ലിയോയും കിടക്കാണ്. ഈ ഒരു പ്രോസസ്സ് നിനക്ക് ഇഷ്ടമായോ, എങ്ങനെയുണ്ട്, എനിക്ക് എത്ര മാർക്ക് തരുമെന്നൊക്കെ ചോദിച്ച് ടീസ് ചെയ്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവര്. അങ്ങനെ നമ്മുടെ ലിയോണാണെങ്കിൽ ഇപ്പോഴും ആ കിറ്റി പോയിന്റ് പുറകെയാണ്. അവൻ്റെ അടുത്ത് പോയിരിക്കുന്നുണ്ട്, പക്ഷെ അവനാണെങ്കിൽ ഒരു വിധത്തിലും അടുപ്പിക്കാത്ത രീതിയിലാണ് നിൽക്കുന്നത്. അങ്ങനെ ലഞ്ചിന് സമയമാകുമ്പോൾ ലഞ്ചും കൊണ്ട് ആ കിറ്റി പോയിട്ട് എടുത്തു പോയിരിക്കുന്നുണ്ട്. ഞാനിവിടെ ഇരുന്നോട്ടെ എന്ന് നോക്കുമ്പോഴേക്കും അതിനിത് എൻ്റെ സ്വത്തൊന്നുമല്ല, ഇത് പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി അല്ലേ, അപ്പം നിനക്ക് എവിടെ വേണമെങ്കിലും ഇരിക്കാമല്ലോ എന്ന് പറയുന്നുണ്ട്. അവൻ ഇരുന്നുടനെ തന്നെ കിറ്റി പോയി എണീറ്റ് പോവാണ്. അതെന്താ നീ പോകുന്നതെന്ന് നോക്കുമ്പോഴേക്കും ഞാൻ ഓൾറെഡി കഴിച്ചു കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട്. എന്നാൽ നിനക്ക് വേറൊരു മീല് ഞാൻ
കോമ്പൻസേഷൻ ആയിട്ട് മേടിച്ചു തരാമെന്ന് പറയുമ്പോഴേക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവനാണെങ്കിൽ ലൈബ്രറിയിൽ നിന്ന് ഇറങ്ങി വന്ന സമയത്ത് ലിയോണാണെങ്കിൽ കോൺഫിഡൻസ് ആന്ന് പറഞ്ഞിട്ട് മുമ്പിട്ട് പോന്ന് നിൽക്കുന്നുണ്ട്. കാര്യം അവന് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. നമ്മുടെ കിറ്റി പോയി വീട്ടിൽ പോയി കിടന്നിട്ട് ആലോചിക്കുകയാണ് എന്തെല്ലാം ഇപ്പൊ നടക്കുന്നത്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 24 മണിക്കൂർ നമ്മുടെ ലിയോണാണെങ്കിൽ നമ്മുടെ കിറ്റി ബോയിന്റെ പുറകെ നടക്കാനാണ് ഇഷ്ടം. അവന്റെ പുറകെ നടക്കുന്നുണ്ട്. എന്തോരം ഇഗ്നോർ ചെയ്തിട്ടും അവനത് സമ്മതിച്ചു കൊടുക്കുന്നില്ല. പിന്നെ പുറകെ നടക്കാണ്. അങ്ങനെ ലൈബ്രറിയിൽ ഇരിക്കുന്ന സമയത്ത് നിന്റെ പേരെന്താണെന്ന് ഒന്നും കൂടി വന്നിട്ട് നമ്മുടെ ലിയോൺ ചോദിക്കുകയാണ്. ഇതേ സമയം ഒരു പ്രൊഫസർ അങ്ങോട്ട് വന്നിട്ട് പ്രബ്ബെന്ന് വിളിക്കുന്നുണ്ട്. കാരണം ഇവന്റെ പേര് പ്രബ്ബാണ്. അങ്ങനെ ആ പേര് നമ്മുടെ ലിയോൺ മനസ്സിലാക്കുന്നുണ്ട്. പ്രൊഫസറാണെങ്കിൽ വന്നിരിക്കുന്നത് അവൻ ചെയ്ത ഒരു അസൈൻമെന്റ് റീവർക്ക് ചെയ്യണം, അതിന്റെ ഡീറ്റെയിൽസ് പറയാനാണ്. അത് കഴിഞ്ഞിട്ട് നിന്റെ പേര് പ്രബ്ബാണല്ലേ എന്ന് പറഞ്ഞിട്ട് ഒന്നും കൂടി പരിചയപ്പെടുന്നുണ്ട്. പക്ഷെ അവനാണെങ്കിൽ ഒരു മൈൻഡും ഇല്ലാതെ അവിടെ തന്നെ നിൽക്കാണ്. പ്രസന്റില് അവൻ ആ പൂച്ചക്കുട്ടീനോട് പറയുന്നുണ്ട് എന്തെല്ലാം ഇവിടെ ഇറക്കുന്നത്, പക്ഷെ നീ തന്നെ കേട്ടോ ക്യൂട്ടെന്ന്. അങ്ങനെ ബാസ്കറ്റ് ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ലിയോന്റെ അടുത്ത് നിന്നിട്ട് ലിയാൻ പറയുന്നുണ്ട് എനിക്ക് ഇങ്ങനെ ഒരു ചെക്കനെ ഇഷ്ടമാണ്, എന്റെ സീനിയറാണ്, ഞാൻ പെട്ടെന്ന് തന്നെ എനിക്ക് സെറ്റാക്കൂന്ന്. നീ സെറ്റാക്കാതിരിക്കോ അതൊക്കെ നിന്റെ ഇഷ്ടം, പക്ഷെ കളിയൊക്കെ നന്നായിട്ട് നോക്കണമെന്ന് പറയുന്നുണ്ട്. അതായത് ഈ ബാസ്കറ്റ് ബോളിന്റെ കാര്യമാണ് പറയുന്നത്. നമ്മുടെ ലിയോ ആണെങ്കിൽ നേരെ ചെല്ലുന്നത് ഫിയറ്റിന്റെ ഫാദറിന്റെ അടുത്താണ്. എന്നിട്ട് ഈ നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അത് മാത്രമല്ല നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, അവനിപ്പോ എന്റെ ബോയ് ഫ്രണ്ട് ആണെന്നും പറയുന്നുണ്ട്. വീട്ടിലാണെങ്കിൽ ഫിയറ്റ് ലിയോനെ നോക്കിയിട്ട് വെയിറ്റ് ചെയ്ത് തന്നെ ഇരിക്കുകയാണ്. ലിയോ ആയിരുന്നു വെച്ചേക്കുമ്പോൾ അവന് സന്തോഷമാവുന്നുണ്ട്. ലിയോ ആണെങ്കിൽ ഒരു കേക്ക് പീസ് ഒക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്. ഇതിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഷോപ്പിൽ നിന്നാന്ന് പറയുന്നുണ്ട്. ഇതും കൂടി കാണുന്ന ഫിയറ്റിന് നന്നായിട്ട് സന്തോഷമാവുന്നുണ്ട്. അവൻ തുറന്നു നോക്കുമ്പോൾ അവന്റെ സ്റ്റെപ്പ് മദറിന്റെ ഒരു നോട്ട് കാണുന്നുണ്ട്. ഇത് കാണുന്ന അവനൊന്ന് അപ്സെറ്റ് ആയിട്ട് എനിക്ക് അവരോട് ഒരു റിലേഷൻ വെക്കാൻ താല്പര്യമില്ല, ഇനി ഇങ്ങനെയൊന്നും ചെയ്യരുത്, എനിക്ക് കുറച്ച് വർക്ക് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് എണീറ്റ് പോവാണ്. ഇത് കാണുന്ന നമ്മുടെ ലിയോനാണെങ്കിൽ ഒത്തിരി സങ്കടമാവുന്നുണ്ട്. അങ്ങനെ കുറച്ച് മണിക്കൂറിന് ശേഷം ഫിയറ്റിന്റെ റൂമിൽ പോയി തട്ടുന്നുണ്ട്. നീ വർക്ക് ചെയ്ത് കഴിഞ്ഞോ നോക്കുമ്പോഴേക്കും കഴിഞ്ഞെന്ന് പറഞ്ഞ് കൂടുതലൊന്നും സംസാരിക്കാതെ ഫിയറ്റ് അവിടെ നിന്ന് പോകാൻ നിൽക്കുമ്പോൾ നീ ആ കാര്യം ഓർത്തിട്ട് അപ്സെറ്റ് ആണോ നോക്കുന്നുണ്ട്. എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല, ഇനി അങ്ങനെയൊന്നും ചെയ്യരുതെന്ന് ഫിയറ്റ് ലിയോനെ പറഞ്ഞു മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ കിറ്റിയുടെ ഫോട്ടോ നോക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രബിന്റെ അടുത്ത് ലിയോൺ ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇതാ പൂച്ചക്കുട്ടിയല്ലേ അന്ന് നമ്മൾ ആദ്യമായിട്ട് കണ്ടെന്ന് എടുത്തോണ്ട് പോയത്, ഇതിന്റെ കാര്യം ഇപ്പൊ എന്തായി, നന്നായിട്ട് വളരുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ പൂച്ചയുടെ ടോപ്പിക് ആയതുകൊണ്ട് തന്നെ നമ്മുടെ പ്രബിനാണെങ്കിൽ അത് ഇഷ്ടപ്പെടുന്നുണ്ട്. അവനെ പറ്റി കൂടുതൽ പറയുന്നുണ്ട്, അതായത് പൂച്ചേനെ പറ്റിയിട്ട് അവന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ പോവാനായിട്ട് ഇറങ്ങുമ്പോൾ നിന്റെ കോഫിക്ക് ഞാൻ പേ ചെയ്തിട്ടേ നോക്കുന്നുണ്ട്. അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് ലിയോന്റെ കോള് വരുന്നത്. ഇത് കേൾക്കുന്ന നമ്മുടെ ആ പ്രപ്പാണെങ്കിൽ ഒന്ന് നോട്ട് ചെയ്യുന്നുണ്ട്. കാരണം ലിയോ എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ അവനെന്തോ ഭയങ്കര സന്തോഷമാണ്. ലിയോ നിന്റെ ആരാ നോക്കുമ്പോഴേക്കും എന്റെ ബിഗ് ബ്രദറാണ്, ഇപ്പൊ ഒരു മീറ്റിംഗ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നടക്കുന്ന വഴിയാണെങ്കിൽ നമ്മുടെ പ്രബിന് കൊടുക്കാനായിട്ട് ഒരു പൂച്ചക്കുട്ടിക്ക് കഴുത്തിലിടുന്ന ഒരു ബ്രേസ്ലെറ്റ് കാര്യങ്ങളെല്ലാം ഇവ മേടിച്ചിട്ടുണ്ട്. അത് നോക്കി ചിരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. പ്രേമിക്കുന്നതൊക്കെ കൊള്ളാം, നന്നായിട്ട് പ്രേമിക്കണമെന്ന് നമ്മുടെ ലിയോ പറയുന്നുണ്ട്. ലിയോ അവിടെ നിന്ന് പോയതിനു ശേഷം പ്രബ് അങ്ങോട്ട് വരുന്നുണ്ട്. നിന്റെ ചേട്ടനാണല്ലേ അതെന്ന് പറഞ്ഞിട്ട് ലിയോന്റെ പുറകെ പോവാണ്. ഇത് കാണുന്ന നമ്മുടെ ലിയോണ് നല്ല രീതിക്ക് ദേഷ്യമാവുന്നുണ്ട്. ബാസ്കറ്റ് ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഫിയറ്റിനോട് ചെന്ന് പറയുന്നുണ്ട്, എടാ എനിക്ക് നിന്നോട് അർജന്റായിട്ട് ഒരു കാര്യം പറയാനുണ്ട്, നീ ഇങ്ങോട്ടൊന്ന് വരാമോ എന്ന്. അങ്ങനെ അവനെയും വിളിച്ചുകൊണ്ട് പോകുന്നത് ലൈബ്രറിയിട്ടാണ്. ലൈബ്രറി ചെന്നിട്ട് നമ്മുടെ പ്രബിനൊന്ന് കാണിച്ചു കൊടുക്കാണ്. ഇവനെന്തിനാ എനിക്ക് കാണിച്ചു തരുന്നതെന്ന് നോക്കുമ്പോഴേക്കും ഇവനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഇവൻ ഭയങ്കര ക്യൂട്ടാണ്, മനുഷ്യരോടോ ആനിമലോടൊക്കെ ഇവന് ഭയങ്കര സ്നേഹമാണ്. മെയിൻ തിങ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവന് ലിയോനെ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ നീ നിന്റെ ലിയോനെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യണം, എന്നാലാണ് എനിക്ക് എന്റെ ചെക്കനെ കിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഈ ഒരു സീനും കൂടി കാണിച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്.